ഈ 100 പേജ് 200 പേജൊക്കെ 2-3 ദിവസം കൊണ്ടൊക്കെ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് എഴുതി തീർത്തിട്ടുള്ള ആളാണ് ഞാൻ. ഒട്ടും ഈ പെൻ പിടിച്ച് എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കായി. എൻ്റെ ലൈഫാണ്, എൻ്റെ ജീവിതമാണ് എൻ്റെ എഴുത്തെന്ന് പറയുന്നത്. നമ്മൾ എഴുതുമ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ശരിയാകാതെ വരുന്നു. ഒരു 7-8 വർഷം മുമ്പാണിത് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോഴും എനിക്കത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം അപ്പോൾ പറഞ്ഞ ആ വാക്കാണ് റൈറ്റേഴ്സ് ക്രാമ്പ്. ഇപ്പോൾ ഒരു പരസ്യവാചകമായി ചിന്തിക്കരുത്, കാരണം ഇതെൻ്റെ ലൈഫാണ്. എൻ്റെ ലൈഫ്, എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത്. നമസ്കാരം. എൻ്റെ പേര് രാജാമണി എന്നാണ്. എൻ്റെ നാട് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കൂത്താട്ടുകുളത്താണ്. ഞാൻ ഒരു എഴുത്തുകാരനാണ്, സംവിധായകനാണ്, അഭിനേതാവാണ്. സീരിയൽസിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വില്ലനായിട്ടും കൊമേഡിയനായിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് സീരിയൽസ്. 22 വർഷമായിട്ട് ഞാൻ കലാരംഗത്തുണ്ട്. എഴുത്താണ് ഇപ്പോഴും പ്രധാനം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ എനിക്കിതിനിടയിൽ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു തുടങ്ങിയതാണ്. പക്ഷേ ഈ വിഷയം എന്താണെന്നുള്ളത് പിന്നീടാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് എന്താണെന്നുള്ളത് അതിൻ്റെ ആധികാരികത നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതിലേക്ക് ഞാൻ വരുന്നു. അപ്പോൾ എൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് ഞാൻ പറയാം. ഇതൊരു രോഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ ആൻസർ. റൈറ്റേഴ്സ് ക്രാമ്പ്, ഈ വേർഡ് തന്നെ കേൾക്കുന്നത് ഞാനൊരു 6 മാസം മുമ്പാണ്. അപ്പോൾ അതായത് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതാണ് രോഗമല്ല, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പെൻ പിടിച്ച്, അതായത് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം തൂലിക എന്ന് പറയുന്നത്, പെന്നെന്ന് പറയുന്നത് നമുക്ക് പിടിച്ചേ പറ്റും. അത് നമുക്ക് എഴുത്ത് നിർബന്ധമാണ് താനും. ഇപ്പോൾ ഒരു പെൻ സാധാരണഗതിയിൽ നമ്മൾ 3 ഫിംഗർ വെച്ചാണ്. അത് സെൻട്രൽ ഫിംഗർ നമ്മൾ ഇങ്ങനെ സപ്പോർട്ടും ബാക്കി 2 ലെഫ്റ്റും റൈറ്റുമാണ്. ജനറലി അല്ലെങ്കിൽ കോമൺ ആയിട്ട് എപ്പോഴും എഴുതുമ്പോൾ നമ്മളിങ്ങനെ നമ്മൾ സാധാരണ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പിടുത്തത്തിൽ നമ്മൾ എഴുതുമ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ശരിയാകാതെ വരുന്നു. ഒരു 7-8 വർഷം മുമ്പാണിത് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോഴും എനിക്കത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതങ്ങനെ വരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ചിലപ്പോൾ എഴുത്ത് നിരന്തരമായി എഴുതാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പ്രശ്നം എന്നോർത്ത് നമ്മളിരിക്കും. പക്ഷേ പിന്നീട് നമ്മളൊരു 2 പേജോ 3 പേജോ എഴുതുമ്പോൾ ഈ 100 പേജ് 200 പേജൊക്കെ 2-3 ദിവസം കൊണ്ടൊക്കെ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് എഴുതി തീർത്തിട്ടുള്ള ആളാണ് ഞാൻ. ഒരു ഫീച്ചർ ഫിലിമിൻ്റെ ആണെങ്കിലും സീരിയൽസിൻ്റെയൊക്കെ ആണെങ്കിലും ഒരുപാട് സ്ക്രിപ്റ്റുകൾ ഇരുന്ന് രാത്രിക്ക് രാത്രി പകലിൻ്റെ പകലിരുന്ന് എഴുതി തീർക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് ഈ ഒരു പ്രശ്നം കണ്ടു തുടങ്ങിയപ്പോൾ വല്ലാത്ത സങ്കടമായി. അപ്പോൾ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ എഴുതാത്ത കൊണ്ടായിരിക്കും എന്നൊക്കെ ഓർത്ത് അങ്ങനെ പോയി. പിന്നീട് 7-8 വർഷങ്ങളിലായി കടന്നു. ഈ കഴിഞ്ഞ വർഷം വരെ എത്തിയപ്പോൾ ഒട്ടും ഈ പെൻ പിടിച്ച് എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കായി. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇതെന്തോ വേറെന്തോ ഒരു വിഷയമാണ് എന്നുള്ളത്. അങ്ങനെ എൻ്റെ നാട്ടിൽ തന്നെ ഉള്ള ഒരു ഓർത്തോ ഡോക്ടറെ ഞാൻ ഫസ്റ്റ് പോയി കൺസൾട്ട് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് ഇതൊരു ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ വിരലൊക്കെ പിടിച്ചൊക്കെ അദ്ദേഹം ടൈറ്റ് ചെയ്തൊക്കെ നോക്കി, പുള്ളിയുടെ 2 ഫിംഗർ വെച്ചിട്ട് നല്ല ബലമായി പിടിക്കാൻ പറഞ്ഞു. അതൊക്കെ ആ ടെസ്റ്റൊക്കെ അദ്ദേഹം ജനറലി ചെയ്തപ്പോൾ എല്ലാം കുഴപ്പമില്ല, എല്ലാം നോർമലാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ഇത് അസ്ഥി സംബന്ധപ്പെട്ട വിഷയമല്ല, ഇതിനിങ്ങനെ ഒരു വിഷയമുണ്ട്, ഈ മസിലുകളുടെ ഒരു ചെറിയ പ്രശ്നം വരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ന്യൂറോ സർജനെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ ന്യൂറോ സർജൻ ലിജു സാറിനെ ഞാൻ കൺസൾട്ട് ചെയ്യുകയാണ്. അദ്ദേഹം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. എന്നെ അറിയാവുന്നതാണ്, ഒരു സുഹൃത്തു കൂടെയാണ് എൻ്റെ. അദ്ദേഹം ലിജു സാർ അത് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുകയും എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും എഴുതിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം അപ്പോൾ പറഞ്ഞ ആ വാക്കാണ് റൈറ്റേഴ്സ് ക്രാമ്പ്. അതായത് എഴുത്തുകാരിൽ വിരലുകൾക്ക് പിടിക്കുന്ന ഒരു മസിൽ പിടുത്തമാണ് ഈ പ്രശ്നം എന്നുള്ളത്. അങ്ങനെ റൈറ്റേഴ്സ് ക്രാമ്പ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. അത് അന്നാണ് 6 മാസങ്ങൾക്ക് മുമ്പാണ് ഈ പേര് തന്നെ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു പേര് തന്നെ ഞാൻ ആദ്യമായി കേൾക്കുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു നമുക്കിവിടെ തന്നെ ഒരു ഡോക്ടറുണ്ട്, ട്രിവാൻഡ്രംകാരനാണ്, വൈശാഖ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ മസിൽസ് റൈറ്റേഴ്സ് ക്രാമ്പിന് മാത്രം അതിനൊരു ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിഷയം എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഈ 3 വിരലുകൾ പിടിച്ച് നമ്മൾ എഴുതുമ്പോൾ, ഇത് വൈശാഖ സാറിനെ മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അറിവാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സംഭവിച്ച വിഷയം, ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് ബലം പിടുത്തം വരുന്നത്. പറഞ്ഞു ഈ 3 വിരലുകൾ ഉപയോഗിക്കുമ്പോൾ ബാക്കി 2 വിരലുകളും നമ്മുടെ റിസ്റ്റൊക്കെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുമ്പോൾ അവിടെ വരുന്ന സപ്പോർട്ട് ചെയ്യേണ്ട മസിൽസും എല്ലാ മസിൽസും ചേർന്ന് ഈ 3 വിരലിൻ്റെ മസിൽസിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതാണ് ഈ റൈറ്റേഴ്സ് ക്രാമ്പ് എന്ന് പറയുന്ന വിഷയം.
രോഗമെന്ന് പറയാം, അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ഇതിന് രോഗമെന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വൈശാഖ സാർ അത് വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരികയും എന്നെ കൊണ്ട് നോട്ട് എഴുതിക്കുകയും ചെയ്തു. അത് ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ അദ്ദേഹം എഴുതിച്ചു, എൻ്റെ വീഡിയോസൊക്കെ എടുത്തു. അതെല്ലാം ചെയ്തിട്ട് പുള്ളി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ഈ വിഷയമാണ്. അപ്പോൾ ഇതിനെ ഈ 3 പേരിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റ് മസിൽസ് ഇതിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്ന മസിൽസിനെ കണ്ടെത്തി അതിനെ സൈലൻ്റ് ആക്കുന്ന ഒരു ഇഞ്ചക്ഷനുണ്ട്. അപ്പോൾ ആ ഇഞ്ചക്ഷനിലൂടെ മാത്രമേ നമുക്ക് ഈ റൈറ്റേഴ്സ് ക്രാമ്പിൽ മറ്റുള്ള മസിൽസുകളെ നമുക്ക് സൈലൻ്റാക്കി നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് തയ്യാറാണെങ്കിൽ, അതിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് 1 മാസം കഴിഞ്ഞ് വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ വൈഫും ഉണ്ട്, എൻ്റെ കുട്ടികളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആലോചിക്കേണ്ടി ഒന്നും വന്നില്ല. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു വിഷയമാണ് എൻ്റെ ജീവിതത്തിലെ, എൻ്റെ ലൈഫാണ്, എൻ്റെ ജീവിതമാണ് എൻ്റെ എഴുത്തെന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലൊന്നും 1 മാസത്തേക്ക് 1 ദിവസത്തേക്ക് പോലും ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞു, സാർ ഇത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആ ഇഞ്ചക്ഷൻ എടുക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ തന്നെ അത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, മെഡിസിൻ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് പോയി മെഡിസിൻ വാങ്ങിച്ചു കൊണ്ടുവന്നു, എല്ലാം സെറ്റ് ചെയ്തു. സാറ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പറഞ്ഞു തന്നു. ഇങ്ങനെ നമുക്കൊരു നീഡിൽ ഇറക്കണം, അത് ആ മസിൽ കണ്ടുപിടിക്കാൻ അല്പം സമയമെടുക്കും. അപ്പോൾ അല്പമൊക്കെ വേദന വരും, കാരണം ഇത് മരപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം ഇത് ലൈവ് ആയിട്ട് നമ്മുടെ ഉള്ളിലോട്ട് ഈ നീഡിൽ ഇറക്കി കഴിയുമ്പോൾ ഒരു മെഷീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ്. അതിറക്കി നമുക്ക് ആ വേദന ഫീൽ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് വേദന സഹിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തു. ഒരു നഴ്സ് സപ്പോർട്ടിനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു 1/2 മണിക്കൂർ 35 മിനിറ്റോളം എടുത്തു ഇത് പ്രോസസ്സിങ് കഴിയാൻ വേണ്ടിയിട്ട്. ഇത്രയും ചെയ്തു. അദ്ദേഹം വളരെ മനോഹരമായിട്ട് അത് ചെയ്തു. നല്ല പെയിൻഫുള്ളായിരുന്നു. അത് ഞാൻ എൻ്റെ മുഖത്ത് കാണിച്ചില്ല. അപ്പോഴും ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു, നന്നായി വേദനിക്കുന്നുണ്ടല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, സാരമില്ല സാർ, ഇത്രയും കാലത്ത് എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടൊന്ന് മാറി കിട്ടിയാൽ എത്ര വേദന ഞാൻ സഹിക്കാൻ തയ്യാറ്. അങ്ങനെ ഒരു 35 മിനിറ്റ് കൊണ്ട് അദ്ദേഹം അത് ഇഞ്ചെക്റ്റ് ചെയ്തു. ഒരു 11 സ്ഥലത്ത് ഇത് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള മസിൽസിനെ അദ്ദേഹം കണ്ടുപിടിച്ച് ആ മെഷീനിൽ അതിൻ്റെ സപ്പോർട്ട് നോയ്സ് കേൾക്കുകയും അതിനെ ഇഞ്ചെക്റ്റ് ചെയ്യുകയും ചെയ്തത്. അത് കഴിഞ്ഞു. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് 1 മാസത്തിന് ശേഷമാണ്. ഇത് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞു. ഇപ്പോൾ വളരെ ബെറ്ററായിട്ട് എനിക്ക് എഴുതാം. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടിങ് റൂമിൽ ഒരു നോട്ട് എഴുതിയിട്ട് വരികയാണ്. അത് എടുത്തിരുന്ന് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാമായിരുന്നു. അങ്ങനെ വന്നു. ഇത് വളരെ ഫലപ്രദമായി. ഇതൊരു പരസ്യം പറയുന്നതായിട്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഈ റൈറ്റേഴ്സ് ക്രാമ്പുള്ള ആരും ഒരു പരസ്യവാചകമായി ചിന്തിക്കരുത്. കാരണം ഇതെൻ്റെ ലൈഫാണ്, എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഉള്ളൊരു പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു ഇഞ്ചക്ഷനിലൂടെ അത് വളരെ ഫലപ്രദം. ഇപ്പോൾ 50%, ഞാൻ പൂർണ്ണമായും മാറിയെന്നല്ല ഞാനിപ്പോൾ പറയുന്നത്, ഇത് പറയാൻ വിട്ടുപോയി. 50% എനിക്കിപ്പോൾ വ്യത്യാസം വന്നു. ഇനി 1 മാസവും കൂടെ കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ അതിൻ്റെ ഇഞ്ചക്ഷൻ ഡോസ് എടുക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 100% നിങ്ങൾക്ക് അതിൻ്റെ ബെറ്ററായിട്ട് കിട്ടാൻ വളരെ, എന്താണെന്ന് വെച്ചാൽ ഞാൻ എഴുതുമ്പോൾ ചെറിയ കോഴി ചിക്കിയ പോലെ എന്നൊക്കെ പണ്ട് കളിയാക്കി പറയും, അതേ അവസ്ഥയായിരുന്നു എൻ്റെ കൈയക്ഷരം. ഇപ്പോൾ വളരെ വലിയ കൈയക്ഷരത്തിൽ എഴുതിയാലേ എനിക്ക് അത്യാവശ്യം ശരിയായി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ വളരെ കടുകുമണി പോലെ എനിക്ക് നോട്ട്സുകൾ എഴുതാൻ, സ്ക്രിപ്റ്റ് എഴുതാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അനുഭവമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതിന് ഭയക്കേണ്ട കാര്യമില്ല. ചെറിയ വേദനയെ എനിക്ക് സംഭവിച്ചുള്ളൂ. പക്ഷേ നമ്മളത് ചെയ്യാതെ പോയാൽ കാലക്രമേണ നമ്മുടെ ലൈഫിൽ നമ്മുടെ വിരലുകൾ കൊണ്ട് ഒരു സിഗ്നേച്ചർ, ഒരു കയ്യൊപ്പ് പോലും നമുക്ക് വയ്ക്കാം. കാരണം കയ്യൊപ്പൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കയ്യൊപ്പ് പോലും വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലെ ലിജോ സാർ, ന്യൂറോ സർജൻ, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയുള്ള വൈശാഖ സാറിൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് വളരെ ഫലപ്രദമാണ്. എന്തായാലും ഞാൻ ദൈവത്തോടും ഡോക്ടറോടും സ്ഥാപനത്തിനോടും ഞാൻ നന്ദി പറയുന്നു.